ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 5 സോഷ്യൽ സയൻസിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള പീപ്പിൾ ബൈ ദി പീപ്പിൾ ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ചാനലിൽ പല വീഡിയോസും പാട്ടായിട്ടാണ് ഇടാറുള്ളത്. നമ്മളെ ചാനലിലെ പ്ലേലിസ്റ്റ് കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കാണാൻ പറ്റും കേട്ടോ. ക്ലാസ് 5 സോഷ്യൽ സയൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ സയൻസിലെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഹീറ്റഡ് ഡിസ്കഷൻ ഓൺ ഡെവലപ്മെൻറ്റ്, സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി പാർലമെൻറ്റ് പ്രൊവൈഡ്സ് എ നോവൽ എക്സ്പീരിയൻസ്. അപ്പോൾ മഞ്ചാടി മല, the student parliament consists of selected children of the panchayat as members attracted public attention. Many demands like the construction of footpaths, slab cover to drains, controlling stray dog menace, installing street light, devising garbage disposal schemes and making parks were raised in the parliament. The panchayat president inaugurated the meeting. The president assured that the demands put forward by the student friendly parliament would be discussed in the next governing body meeting. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് വേണം, അതേപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം, അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ പാർക്ക് വേണം, പിന്നെ എന്താ പറയുക ഫുട്പാത്ത്സ് കറക്റ്റായിട്ടായിരിക്കണം ഉണ്ടാക്കിയിരിക്കേണ്ടത്. ഇതൊക്കെ ഒരു കുട്ടികളുടെ ആയാലും നമ്മളുടെ ആയാലും ഒരു ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൽ കുട്ടികൾ ഫോർവേഡ് ചെയ്തിട്ടുള്ള ആവശ്യങ്ങൾ ഇതൊക്കെയായിരുന്നു അല്ലേ. അപ്പോൾ ഡിഡ് യു നോട്ടീസ് ദ അബവ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, നിങ്ങളത് നോട്ടീസ് ചെയ്തോ. വാട്ട് ഡിമാൻഡ്സ് റിഗാർഡിംഗ് ദ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഓഫ് ദ പഞ്ചായത്ത് ഡിഡ് ദ ചിൽഡ്രൻ റേസ് ഇൻ ദ പാർലമെൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ചിൽഡ്രൻസ് ഏതൊക്കെ ആവശ്യങ്ങളാണ് ചോദിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞുതരാം കേട്ടോ. ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് ആ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ കൺസ്ട്രക്ഷൻ ഓഫ് ഫുട് പാത്ത്സ് ആണ്, പിന്നെ സ്ലാബ് ടു കവർ ദ ഡ്രെയിൻസ്, പിന്നെ കൺട്രോളിങ് സ്ട്രേ ഡോഗ് മെനേസ്, പിന്നെ ഇൻസ്റ്റാളിങ് സ്ട്രീറ്റ് ലൈറ്റ്സ്, പിന്നെ പ്ലാൻ ഫോർ ഗാർബേജ് ഡിസ്പോസൽ സ്കീംസ്, പിന്നെ മേക്കിംഗ് പാർക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനാവശ്യം ചോദിച്ചത്. ഓക്കെ, അടുത്തത് പറയുന്നത് എന്താണെന്ന് നോക്കാം. Discuss the developmental activities that need to be taken up in your school. എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്? വോണ്ട് യു ബ്രിങ് യുവർ ഡിമാൻഡ്സ് ടു ദ അറ്റൻഷൻ ഓഫ് ദ ടീച്ചേഴ്സ് ആൻഡ് ട്രൈ ടു ഇംപ്ലിമെൻറ്റ് ദം. അപ്പോൾ നിങ്ങൾ സ്കൂളുകളിലായിക്കോട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ ടീച്ചറുടെ അടുത്ത് പറഞ്ഞിട്ട് അത് നടപ്പാക്കാൻ നോക്കാറുണ്ടോയെന്ന്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. പ്രൊമോട്ടിങ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. നമ്മളുടെ കഴിവ്, പലതരം കഴിവുകൾ, സ്കില്ല് കാര്യങ്ങളുണ്ടാവും, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവും, ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, സ്കൂളുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ ലീഡറെ തിരഞ്ഞെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പഠിക്കുക എന്നതിലുപരി വേറെ പല ആക്ടിവിറ്റീസും സ്കൂളിൽ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ കമ്മ്യൂണിറ്റി സർവീസ് പ്രൊജക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. A lot of developmental work must be going on in your area too. If so, who are the authorities that discuss and decide on such developmental activities? ഇപ്പോൾ നമ്മളുടെ ഒരു ഏരിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പല പുരോഗമനങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, നടപ്പിലാക്കണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ ദ ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻ ആൻഡ് ഡിസിഷൻ ആർ ടേക്കൺ ഇൻ ദി ഗ്രാമസഭ ഓർ വാർഡ് സഭ ഓഫ് എൻ ഏരിയ. നമുക്കറിയാം അല്ലേ, നമുക്ക് ഗ്രാമസഭകളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം, ആ ആവശ്യങ്ങളൊക്കെ നമ്മൾ ആ സഭയിൽ പോയിട്ട് പറയുന്നതൊക്കെ നമുക്കറിയാം. നമ്മൾ പോയില്ലെങ്കിലും നമ്മുടെ വീട്ടിലെ മുതിർന്ന ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കാര്യമാണത്. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ച് പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. ദ പഞ്ചായത്ത് ഇൻവേർട്ട് സൊല്യൂഷൻ ടു ഷോർട്ടേജിങ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവ് മൂലമുള്ളതിന്, അത് വെള്ളം കിട്ടാത്ത അവസ്ഥയ്ക്ക് വേണ്ടി ഒരു പരിഹാരമായി എന്നാണ് പറയുന്നത്. സർവീസ് ഓഫ് ഡോക്ടേഴ്സ് വിൽ ബി എൻഷുർഡ് എവറി ഡേ അറ്റ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ നമ്മുടെ ഒരു പഞ്ചായത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവിടെ ഇപ്പോൾ അധികം പൈസയൊന്നും ആവില്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സ് എല്ലാ ദിവസവും വിസിറ്റ് നടത്തുന്നുണ്ട്. അതുപോലെ നമുക്ക് അസുഖം വന്നാൽ നമുക്ക് നോർമൽ വേറൊരു ഹോസ്പിറ്റലിൽ പോകണേക്കാട്ടിയും അഫോർഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ, പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ. ദ കൗൺസിലർ അഷ്യൂർഡ് ദാറ്റ് ദ പ്രൊപ്പോസൽസ് റേസ്ഡ് ഇൻ ദ വാർഡ് അസംബ്ലി വുഡ് ബി കൺസിഡേർഡ് ഓൺ പ്രയോറിറ്റി ബേസിസ്. പിന്നെ കംപ്ലീറ്റ് ഇലക്ട്രിഫിക്കേഷൻ അനൗൺസ്മെൻറ്റ് സൂൺ. പിന്നെ ദ പ്രോബ്ലം ഓഫ് ഗാർബേജ് ഓൺ ദ റോഡ് സൈഡ് പീപ്പിൾ ഡിമാൻഡ് ഇമ്മീഡിയറ്റ് ഇൻസ്റ്റലേഷൻ ഓഫ് CCTV ക്യാമറ.
എക്സെട്രാസ്. അപ്പോൾ ഈ വേസ്റ്റസ് ഒക്കെ പുറത്ത് തള്ളരുത്, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് തന്നെ ഡബ് ചെയ്യണം. പല ആൾക്കാരും റോട്ടിലും പല സ്ഥലത്തും ഇട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ പിടിക്കാം, അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ദ ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻസ് ദാറ്റ് അറോസ് ആൻഡ് ഡിസിഷൻ ടേക്കൻ ഇൻ ദ ഗ്രാമസഭ ഓർ വാർഡ് സഭ ഓഫ് എൻ ഏരിയ ആർ ഗിവൺ എബോ. അപ്പോൾ ഒരു ഗ്രാമസഭയിൽ നടത്തിയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഹിയർ പീപ്പിൾ ഗെറ്റ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ത്രൂ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ദസ് ദ സിസ്റ്റം ഇൻ വിച്ച് പീപ്പിൾ ദംസെൽസ് ഓർ ദെയർ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് മേക്ക് ഡിസിഷൻ ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ഈസ് കോൾഡ് ഡെമോക്രസി. അപ്പോൾ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ആവശ്യം നടപ്പിലാക്കണ ഒരു പരിപാടി നമ്മുടെ അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അതായത് എന്താ, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക, നമ്മൾ ആവശ്യങ്ങൾ നിറവേറ്റുക. അപ്പോൾ ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത് ഡെമോക്രസി. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറയണേന്ന് നോക്കാം. ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡ് ദ 3-tier പഞ്ചായത്ത് സിസ്റ്റം സച്ച് ആസ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് ആൾസോ മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻ ഇൻ അർബൻ ഏരിയാസ്. അപ്പോൾ അതിലെന്തെല്ലാം ഇൻക്ലൂഡഡ് ആണ്? നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വരും, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് വരും, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് വരും, പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും, ഇതെല്ലാം എന്തിൽ വരും? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരും കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പ്രിപ്പയർ ആൻ ID കാർഡ് വിത്ത് ദ നെയിംസ് ഓഫ് ഡിഫറെൻറ്റ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു വിച്ച് യു ബിലോങ്. അപ്പം നിങ്ങൾ ഏത്, ഇപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ നിങ്ങൾ ഏത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ബിലോങ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഒരു ID കാർഡായിട്ട് നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുതരാം. ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, ഹെഡിങ് ആയിട്ട് ലോക്കൽ ഗവൺമെൻറ് ID കാർഡ് എന്ന് കൊടുക്കുക. അതിൻ്റെ അടിയിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എറണാകുളം ആണെങ്കിൽ എറണാകുളം, അപ്പോൾ അല്ലെങ്കിൽ മലപ്പുറം ആണെങ്കിൽ മലപ്പുറം, ഓർ വാട്ടെവർ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണ്, അപ്പോൾ ആ ഒരു സ്ഥലം കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഗ്രാമപഞ്ചായത്ത് എന്ന് ഇട്ടിട്ട് അതിൻ്റെ നേരെ നിങ്ങളുടെ ഏതാണ് പഞ്ചായത്ത് വരുന്നത് അതെഴുതുക. അതിൻ്റെ അടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്നിട്ടിട്ട് അതിൻ്റെ അടിയിലല്ല അതിൻ്റെ നേരെ നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണോ അത് വരെ എഴുതുക. പിന്നെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്ന് കൊടുത്തിട്ട് അതിൻ്റെ നേരെ നിങ്ങളുടെ എഴുതുക. പിന്നെ മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ എഴുതുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ ID കാർഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. അടുത്തത്, ഡെമോക്രസി ഈസ് ദ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ. അപ്പോൾ ആരാണ് പറയുന്നത്? എബ്രഹാം ലിങ്കൻ ആണ് പറയുന്നത് അല്ലേ. മനുഷ്യർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് ജനങ്ങൾ നടപ്പിലാക്കുന്ന ഒന്നാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. മൈ നൊട്ടേഷൻ ഓഫ് ഡെമോക്രസി ഈസ് ദാറ്റ് അണ്ടർ ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഷുഡ് ഹാവ് ദ സെയിം ഓപ്പർച്യൂണിറ്റി ആസ് ദ സ്ട്രോങ്ങസ്റ്റ്. അപ്പം മഹാത്മാഗാന്ധി പറയുന്നത് ഒരു ഈക്വാലിറ്റി രീതിയിലാണ് അല്ലേ. ഏതൊരു ചെറിയ ആൾക്കും വലിയ ആളുകൾക്കും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇൻ സെർച്ച് ഓഫ് ഡെമോക്രസിയാണ്. അപ്പോൾ നമ്മളവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നന്നായി അനലൈസ് ചെയ്യുക. ഹാവ് യു നോട്ടീസ് ദ മാപ്പ് ഓഫ് യൂറോപ്പ് ഗിവൺ എബോ? റൈറ്റ് ഡൗൺ ദ 2 countries വിച്ച് ആർ മാർക്ക്ഡ് A and B ഇൻ ദ ഔട്ട്ലൈൻ മാപ്പ്. അപ്പോൾ യൂറോപ്പിൻ്റെ മാപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എയും ബിയും നിങ്ങൾ A മാർക്ക് ചെയ്ത് നോക്കുക, B മാർക്ക് ചെയ്ത് നോക്കുക. അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കൺട്രി. അപ്പോൾ ഏതാണെന്ന് നമുക്ക് പറയാം. A എന്ന് പറയുന്നത് ഗ്രീസ് ആണ് കേട്ടോ, GREECE. പിന്നെ B എന്ന് പറയുന്നത് UK ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ് ആണ്. ഓക്കെ, അപ്പോൾ അതും ഫില്ല് ചെയ്യാം. These countries have special featured with regard to the origin of democracy. Shall we examine? അപ്പോൾ ഈ ഒരു കൺട്രീസിന് എന്തുണ്ടെന്നാണ് പറയുന്നത്? സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്കതൊന്ന് നോക്കാം കേട്ടോ. ഡെമോക്രസീനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് ഡെമോക്രസി എമേർജ്ഡ് അറ്റ് ഏതൻസ് ഇൻ ഗ്രീസ്. അപ്പോൾ ഏറ്റവും പണ്ട് കാലത്ത് ഡെമോക്രസി എവിടെയായിരുന്നു? ഗ്രീസിലായിരുന്നു. ഓൾത്തോ ഓൾ ക്ലാസസ് ഓഫ് പോപ്പുലേഷൻ വെർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഓഫ് പബ്ലിക് എഫേർട്സ്, ഏതൻസ് played a crucial role in shaping the concept of democracy. അതായത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഡിസിഷൻ എടുക്കാൻ ആദ്യം അവിടെ അനുവാദം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു ഡെമോക്രസി വരുന്നത്. ടുഡേസ് കൺസെപ്റ്റ് ഓഫ് ഡെമോക്രസി സ്റ്റാർട്ടഡ് ഇൻ ഇംഗ്ലണ്ട് വിച്ച് ഈസ് എ പാർട്ട് ഓഫ് ദ യുണൈറ്റഡ് കിങ്ഡം. ഓക്കെ, അപ്പോൾ ദ സിസ്റ്റം ഓഫ് എലക്ഷൻ, റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ് വെർ ഓൾ ഫോംഡ് ഇൻ ഇംഗ്ലണ്ട്. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് UK ആണല്ലോ, അപ്പോൾ അവിടുത്തെ കാര്യങ്ങളാണ് അവിടെയും പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ഗ്രീസ് ആൻഡ്
ഇംഗ്ലണ്ട്. അപ്പോൾ നമ്മൾ എ എന്നുള്ളിടത്ത് ഗ്രീസും ബി എന്നുള്ളിടത്ത് ഇംഗ്ലണ്ട് എന്ന് കൊടുത്താലും മതി കേട്ടോ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. ദ ടേം ഡെമോക്രസി വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ ദ ആൻഷ്യൻ ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ഹെറോഡോട്ടസ്. അപ്പോൾ ആദ്യം അദ്ദേഹമായിരുന്നു ഡെമോക്രസി എന്ന ടേം യൂസ് ചെയ്തത്. ദ വേർഡ് ഡെമോക്രസി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഡെമോസ്. ഡെമോയുടെ മീനിങ് എന്താണ്? പീപ്പിൾ എന്നാണ്. ആൻഡ് ക്രാറ്റസ് എന്ന് പറഞ്ഞാൽ പവർ ഓർ റൂൾ, ഭരിക്കാനുള്ള ഒരു കഴിവ്. വിച്ച് മീൻസ് പവർ ഓഫ് പീപ്പിൾ ഓർ റൂൾ ഓഫ് പീപ്പിൾ. അങ്ങനെയാണെങ്കിൽ 2 ടൈപ്സ് ഓഫ് ഡെമോക്രസി എന്താണെന്ന് നോക്കാം കേട്ടോ. Have you seen Grama Sabha, Ward Sabha meeting? What all issues are discussed there? Who are the participated in a Grama Sabha? അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഗ്രാമസഭയൊക്കെ വാർഡ് സഭയൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പാരൻസോ മുതിർന്ന ആൾക്കാരോ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് ജസ്റ്റ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അവർ പോകുമ്പോൾ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളതെന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. പാർട്ടിസിപ്പൻസ് ഇൻ എ ഗ്രാമസഭ usually include all registered voters in the village, giving them opportunity to voice their concerns and provide feedback on local governance. The key issues discussed in these meetings typically revolve around village development, infrastructure, public services, health, education, agriculture, land disputes and other important matters concerning the community. അപ്പോൾ നമ്മൾ ഒരു ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് അതോറിറ്റീസ് ഉണ്ടായിരിക്കുമല്ലോ. നമ്മളെ ഹെഡിലിരിക്കുന്ന മെമ്പർ ആയിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ അവരതിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മളോട് ഡിസ്കസ് ചെയ്യും നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ജെന്യുവനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം കറക്റ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നമുക്കത് പാസ്സാക്കി തരും അല്ലേ. അതിപ്പോൾ അഗ്രികൾച്ചറിലായിക്കോട്ടെ, എഡ്യൂക്കേഷനിലായിക്കോട്ടെ, ഹെൽത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ വില്ലേജിലായിക്കോട്ടെ, എന്തെങ്കിലും ഇപ്പോൾ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മളെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവർ പ്രയത്നിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ഗ്രാമസഭാസ് എന്ന് നമുക്ക് നോക്കാം. ഗ്രാമസഭാസ് ആർ പ്ലാറ്റ്ഫോംസ് വെർ ഓൾ ദ പീപ്പിൾ ഗെറ്റ് എ ചാൻസ് ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് ടേക്ക് ഡിസിഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോസസ് ഓഫ് എ ലൊക്കാലിറ്റി. അപ്പോൾ ആ ലൊക്കാലിറ്റിയിലുള്ള എല്ലാവരും കൂട്ടം കൂടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പരിപാടിയാണ് അല്ലേ. ഓൾ ദ പീപ്പിൾ ഹൂസ് നെയിംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ റോൾ ഓഫ് ഈച്ച് വാർഡ് ഓഫ് ഗ്രാമപഞ്ചായത്ത് ആർ ഇറ്റ്സ് മെമ്പേഴ്സ്. ഇൻ അർബൻ ഏരിയാസ് ദീസ് ആർ നോൺ ആസ് വാർഡ് സഭാസ്. അപ്പോൾ അർബൻ ഏരിയയിൽ ഇതെന്താണ് അറിയപ്പെടുന്നത്? നമ്മുടെ സാധാ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ എന്താണ് അറിയപ്പെടുന്നത്? ഗ്രാമസഭ എന്നാണ്. അർബൻ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഇത് വാർഡ് സഭ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ഗ്രാമസഭ മീറ്റിംഗ്. ഗ്രാമസഭ മീറ്റിങ്ങിൻ്റെ പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദ ട്രാഫിക് ലൈറ്റ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ഇൻ അവർ ജംഗ്ഷൻ. അപ്പോൾ ആ ജംഗ്ഷനിൽ ട്രാഫിക് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തു എന്നാണ് പറയുന്നത്. ഡ്രിങ്കിങ് വാട്ടർ ഇഷ്യൂ ഷുഡ് ബി സോൾവ്. വെള്ളം നല്ല കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. സീഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഷുഡ് ബി ഇഷ്യൂഡ് ഫോർ വെജിറ്റേഷൻ കൾട്ടിവേഷൻ. അപ്പോൾ എന്ത് ചെയ്യാണ്, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകളും ഫെർട്ടിലൈസേഷനും ഒക്കെ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. In the Grama Sabha, people get a chance to express their opinion directly on administrative matters and participated in the decision making process. അപ്പോൾ നമുക്ക് ജനങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റും അല്ലേ, നമ്മുടെ ആവശ്യങ്ങൾ പറയാനും ഡിസിഷൻ മേക്ക് ചെയ്യാനൊക്കെ. ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി. അപ്പോൾ എന്താണ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് നോക്കാം. ഡയറക്റ്റ് ഡെമോക്രസി ഓർ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് ദ പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ ദ administrative affairs. It is usually possible in areas with a relatively less population and limited land area. അധികം ആളുകൾ ഇല്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ കുറച്ച് ഏരിയ ഉള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, പീപ്പിളിന് ഡയറക്റ്റായിട്ട് ഈ ഒരു എന്തിൽ പങ്കെടുക്കാൻ പറ്റും, ഈ ഒരു ഡെമോക്രസിയുടെ കാര്യത്തിൽ പങ്കെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഗ്രാമസഭ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഗ്രാമസഭേനെ പറ്റിയിട്ട് മോർ ഇൻഫർമേഷൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. ഗ്രാമസഭ ഈസ് ദ ജനറൽ അസംബ്ലി ഓഫ് ഓൾ ദി പീപ്പിൾ ഇൻ എ വില്ലേജ് ഹു ഹാവ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 18 years ആൻഡ് ദെയർ നെയിം ഈസ് എൻറ്റേർഡ് ഇൻ ദ വോട്ടർ ലിസ്റ്റ്.
അടുത്തത് എഴുതിക്കോളൂ. ഇറ്റ് സീക്സ് ടു ഡെവലപ്പ് പ്രോഗ്രാംസ് ഫോർ ദ വില്ലേജ്. നെക്സ്റ്റ് ഇറ്റ് കൺട്രോൾസ് ദ ഫണ്ട് റിസീവ്ഡ് ബൈ ദ ഗ്രാമപഞ്ചായത്ത്. നെക്സ്റ്റ് ദ ഗ്രാമസഭ ഈസ് എ കീ ഫാക്ടർ ഇൻ മേക്കിംഗ് ദ ഗ്രാമപഞ്ചായത്ത് ടു പ്ലേ ഇറ്റ്സ് റോൾ ആൻഡ് ടു ബി റെസ്പോൺസിബിൾ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമുക്ക് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഇതാണ് അല്ലേ. അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എവറി പഞ്ചായത്ത് ഓഫ് മൈ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻലി. ക്യാൻ വി ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രൊസീഡിംഗ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി? ഹൂ സ്പീക്സ് ഫോർ അസ് ദർ. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ? ആരാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ ആസ് സിറ്റിസൺസ് വി ഡു നോട്ട് ഹാവ് ദ എബിലിറ്റി ടു ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ പ്രൊസീഡിങ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ ദ സെയിം മാനർ ആസ് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. ദ സിസ്റ്റം ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി അലോ us to elect individuals to serve as our voice in these legislative bodies. These elected officials are tasked with representing the interest and concern of the people who voted for them. Full stop. The individuals who speaks for us in the legislative assembly are our elected representatives, including members of parliament, members of congress, members of legislative assembly, etc. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരായിരിക്കും നമ്മളുടെ ആവശ്യങ്ങളൊക്കെ അതിൽ പറയുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഈസ് യുവർ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി? ഹൂ ഈസ് ദ മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി? MLA ഓഫ് യുവർ കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ MLA ആരാണെന്ന് എഴുതുക. അപ്പോൾ ലെജിസ്ലേറ്റീവ് ആരാണ്, റൈറ്റ് ദ നെയിം ഓഫ് യുവർ ലെജിസ്ലേറ്റീവ് അസംബ്ലി നിങ്ങളുടെ തന്നെയാണ് കേട്ടോ എഴുതേണ്ടത്. അപ്പോൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങളുടെ അവിടെ ഉള്ളത് ആരാണോ അത് എഴുതാം. Kerala Legislative Assembly. Kerala Legislative Assembly is the legislative or law-making body of the state of Kerala. Its headquarters is in Thiruvananthapuram. അപ്പോൾ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഹെഡ്ക്വാർട്ടർ എവിടെയാണുള്ളത്? അതുള്ളത് തിരുവനന്തപുരത്താണ്. ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1888. ശ്രീമൂലം പ്രജാസഭ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1904 ആൻഡ് തിരുക്കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് 1949 were the pioneers of the കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ ഓരോന്നും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള വർഷമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദ ഫസ്റ്റ് സെഷൻ ഓഫ് ദ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി വാസ് ഹെൽഡ് ഓൺ 27 April 1957. അപ്പോൾ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഫസ്റ്റ് സെക്ഷൻ എന്നാണ് നടന്നത്? 27 April 1957 27th April of every year is observed as Legislative Assembly Day. അപ്പോൾ 27 April എല്ലാ വർഷവും എന്തായിട്ടാണ് നോക്കുന്നത്? ലെജിസ്ലേറ്റീവ് അസംബ്ലി ഡേ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. While the people are directly involved in the ഗ്രാമസഭ, our representatives speak for us in the legislative assembly. അപ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് ഡെമോക്രസി ഓർ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്താണെന്ന് നോക്കാം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇൻഡയറക്റ്റ് ഡെമോക്രസി or representative democracy is a form of democracy in which representatives who are elected by the people rule on behalf of the people. അപ്പോൾ ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത് എന്ത് ഡെമോക്രസിയാണ്? ഇവിടെ റെപ്രസെൻറ്റേറ്റീവിന് എന്ത് ചെയ്യാം? വിച്ച് റെപ്രസെൻറ്റേറ്റീവ് ഹു ആർ ഇലക്റ്റഡ് ബൈ പീപ്പിൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്സിന് എന്ത് ചെയ്യാൻ പറ്റും? പീപ്പിൾസിന് റൂൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഭരിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇൻ കൺട്രീസ് വിത്ത് a large population and a geographical area like India, the practical way of governance is representative democracy. അപ്പോൾ മുഴുവനായിട്ടല്ല നമ്മുടെ ആവശ്യങ്ങളും നിറവേറ്റണം. അപ്പോൾ ഇന്ത്യയിലൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ബോക്സ് ഒന്ന് ഫില്ലാക്കാം കേട്ടോ. ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസിയും തമ്മിൽ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. പോസിബിൾ ഇൻ ലെസ് പോപ്പുലേറ്റഡ് കൺട്രി. ഡയറക്റ്റ് ഡെമോക്രസിയിൽ എന്താണ് കൊടുത്തൊരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്? പോസിബിൾ ഇൻ ലെസ് പോപ്പുലേറ്റഡ് കൺട്രി. എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം 2 പോയിന്റ്. അപ്പോൾ ഒരു പോയിന്റ് ഓൾസോ നോൺ ആസ് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി. ഓൾറെഡി ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് പോയിന്റ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റഡ് ഡയറക്ട്ലി ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് കേട്ടോ. AFFAIRS affairs.
ഓക്കെ. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ഡെമോക്രസി, ഒരു പോയിന്റ് അവർ കൊടുത്തിട്ടുണ്ട്, എക്സിസ്റ്റ് ഇൻ കൺട്രീസ് വിത്ത് എ ഹ്യൂജ് പോപ്പുലേഷൻ, പിന്നെ ആൾസോ നോൺ ആസ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, പിന്നെ സിറ്റിസൺസ് ഇലക്ട് റെപ്രസെൻറ്റേറ്റീവ് ടു മേക്ക് ഡിസിഷൻ ഓൺ ദെയർ ബിഹാഫ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ തന്നെ ഇലക്ട് ചെയ്തിട്ട് ആളുകളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ് ഇന്ത്യയിലുള്ളത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ ഇപ്പോഴത്തെ തൊട്ട് മുന്നേ പറഞ്ഞു നിർത്തിയതാണ്. അപ്പോൾ അത് പോയിന്റ്സ് ആയിട്ട് എഴുതിയെന്നുള്ളൂ. അടുത്തത് ചോദിച്ചിട്ടുള്ളത്, ലെറ്റ് us ഫൈൻഡ് ഔട്ട് മോർ കൺട്രീസ്. അപ്പോൾ ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഇൻ ദ വേൾഡ്. വേൾഡിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇൻ സൗദി അറേബ്യ ന്യൂ കിങ് സ്വോൺ ഇൻ. അപ്പോൾ സൗദി അറേബ്യയിലൊക്കെ കിങ് ആണല്ലേ. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ രാജാക്കന്മാരല്ലല്ലോ, നമ്മളൊരാളെ ഇലക്ട് ചെയ്യുന്നു, അവർ നമുക്ക് വേണ്ടി ഭരിക്കുന്നു. ഓക്കെ. അടുത്തത് ഡെമോക്രാറ്റിക് റൂൾ കംസ് ടു ആൻ എൻഡ് ഓഫ് ഇൻ അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഡെമോക്രാറ്റിക് റൂൾ അവസാനിക്കുന്നു എന്നാണ് പറയുന്നത്. പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി സ്റ്റിൽ പ്രിവെയിൽസ് ഇൻ സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയുടെ കാര്യമാണ് പറഞ്ഞത്. ലുക്ക് അറ്റ് ദ ഹെഡ്ലൈൻസ് ഗിവൺ എബോവ്. ഫ്രം ദീസ് ഫൈൻഡ് ഔട്ട് ദ കൺട്രീസ് ദാറ്റ് ഹാവ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. അപ്പോൾ ഏതൊക്കെ കൺട്രീസാണ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആഡ് ദ നെയിംസ് ഓഫ് മോർ ഡെമോക്രാറ്റിക്. അപ്പോൾ നമുക്ക് ഒന്നറിയാം, ഇന്ത്യ ആണെന്നറിയാം. അപ്പോൾ കുറച്ച് കൂടുതൽ കൺട്രീസും കൂടി നിങ്ങളോട് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇന്ത്യ ഓൾറെഡി ഉണ്ട്. സെക്കൻഡ് ഓപ്ഷനായിട്ട് സ്വിറ്റ്സർലാൻഡ് കൊടുക്കാം, തേർഡ് ന്യൂസിലാൻഡ് കൊടുക്കാം, ഫോർത്ത് കാനഡ കൊടുക്കാം, ഫിഫ്ത്ത് സ്വീഡൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ബോക്സ് ഫില്ല് ചെയ്യാം. ഓക്കെ. അടുത്ത ഭാഗം തൊട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡെമോക്രസി ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ, അത് നമുക്ക് അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.